പ്രതിപക്ഷ നേതാവ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ കയറി ഒരു തീരുമാനമെടുക്കാൻ ലോക്സഭയിലെ സ്പീക്കർക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ? അദ്ദേഹം ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സഭയിൽ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതിന് സ്പീക്കർക്ക് അധികാരമുണ്ട്. അതിനപ്പുറത്ത് അദ്ദേഹം സഭയിൽ എപ്പോൾ വരണം, എപ്പോൾ പോകണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ആജ്ഞാപിക്കാൻ അല്ലെങ്കിൽ കൽപ്പന പുറപ്പെടുവിക്കാൻ സ്പീക്കർക്ക് എന്താ അധികാരം? അങ്ങനെ യാതൊരു അധികാരവും സ്പീക്കർക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല. പ്രാക്ടീസ് ആൻഡ് പ്രൊസീഡിയർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് ഇന്ത്യയുടെ പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അവസാന വാക്ക്. ഒരു ബൈബിൾ എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ വിശേഷിപ്പിക്കാം. എം.എൻ. കൗൾ, എസ്.എൽ. ശക്തർ എന്നീ രണ്ടുപേര് ചേർന്നു തയ്യാറാക്കിയതാണ് അല്ലെങ്കിൽ സമാഹരിച്ചതാണ് ഈ പുസ്തകം. ഇതിൽ എം.എൻ. കൗള് ഒന്നാം ലോകസഭയുടെയും രണ്ടാം ലോകസഭയുടെയും സെക്രട്ടറി ആയിരുന്നു. മൂന്നാമത്തെ സഭയിലാണ് സെക്രട്ടറി ജനറൽ എന്ന പദവി വരുന്നത്. ആ പദവിയിൽ അദ്ദേഹം കുറച്ചു കാലം പ്രവർത്തിച്ചു. ശക്തരാവട്ടെ മൂന്നാം സഭയുടെ ബാക്കി സമയത്തും നാലാം സഭയിലും ലോക്സഭയുടെ സെക്രട്ടറി ജനറലായിരുന്നു. പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രംഗത്ത് ഏറ്റവും പ്രതിഭാധനന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ടു പേർ ചേർന്നെഴുതിയ ഈ പുസ്തകമാണ് ഇന്ന് എപ്പോഴും എവിടെയും സംശയ നിവൃത്തിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ലോക്സഭയിലുണ്ടായ ചില സംഭവവികാസങ്ങൾ കണ്ടപ്പോൾ ഈ പുസ്തകം ഒന്ന് എടുത്തു നോക്കി. അതിലൊരിടത്തും പ്രതിപക്ഷ നേതാവ് സഭയിൽ എപ്പോൾ വരണം, എപ്പോഴൊക്കെ ഉണ്ടായിരിക്കണമെന്നത് സംബന്ധിച്ച യാതൊരു നിർദ്ദേശവും കണ്ടില്ല. ബുധനാഴ്ച ഞാൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുമ്പോൾ സ്പീക്കർ ഓം ബിർള വേദിയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പകരം സഭ നിയന്ത്രിച്ചിരുന്നത് പാനൽ ചെയർമാൻമാരിൽ ഒരാളായ ജഗദംബിക പാലാണ്. ലോക്സഭയിൽ 10 പാനൽ ചെയർമാൻമാരാണ് ഉള്ളത്. സ്പീക്കർ ഇല്ലാത്തപ്പോൾ അവരിൽ ഒരാളായിരിക്കും സഭ നിയന്ത്രിക്കുക. ഭരണഘടനാപരമായി തന്നെ നമുക്കൊരു ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാവേണ്ടതാണ്. സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ, അദ്ദേഹം ഇല്ലെങ്കിൽ പാനൽ ചെയർമാൻമാർ, അവരാണ് സഭ നിയന്ത്രിക്കേണ്ടത്, അധ്യക്ഷത വഹിക്കേണ്ടത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭയിലും ഇപ്പോഴത്തെ ലോക്സഭയിലും ഇതുവരെ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിന് ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. കാരണം കീഴ്വഴക്കമനുസരിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിനുള്ളതാണ്. അത് നൽകാൻ BJP തയ്യാറല്ല, അല്ലെങ്കിൽ സർക്കാർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സഭയിലും ഈ സഭയിലും ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന പദവി ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ ഈ സാഹചര്യത്തിൽ ഒരുപക്ഷേ സ്പീക്കർ ഇല്ലാതിരുന്നപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹമായിരുന്നേനെ സഭ നിയന്ത്രിക്കുക. ആ പദവിയിൽ അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ടാണ് ജഗദാംബിക പാൽ എന്ന് പറയുന്ന പാനൽ ചെയർമാന് ഇന്നലെ സഭ നിയന്ത്രിക്കുന്നതിന് ഒരവസരം വന്നത്. അത് പലപ്പോഴും ചെയർമാൻമാർക്ക് കിട്ടുന്ന ഒരു അവകാശമാണ്. അദ്ദേഹം ഡയസിൽ സ്പീക്കറുടെ കസേരയിൽ ഇരിക്കുമ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് സ്പീക്കറുടെ എല്ലാ അധികാരങ്ങളുമുണ്ട്. അദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സാധാരണ MP മാത്രമാണ്. ഇന്നലെയാണ് സംഭലിലേക്ക് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും യാത്രയുണ്ടായത്. അവിടുത്തെ ഷാഹി ജുമാ മസ്ജിദിൽ ഒരു കോടതി ഉത്തരവിൻ്റെ ബലത്തിൽ ഒരു സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായി. അതിൽ പോലീസ് വെടിവെച്ചു, 5 പേർ മരിച്ചു. ആ സംഭവ സ്ഥലത്തേക്ക് പോകാനാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഡൽഹി അതിർത്തിയിലെത്തിയത്. അവിടെ ചൊല്ലുക, വെടിയേറ്റ ആളുകളുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുക, അവരുടെ സങ്കടത്തിൽ പങ്കുചേരുക, അവരെ അനുശോചനം അറിയിക്കുക, അതുപോലെ അവിടെ എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അറിവ് സമ്പാദിക്കുക. മാത്രമല്ല അവിടുത്തെ സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംഭലിലേക്കുള്ള യാത്രാമധ്യേ അതിർത്തിയായ ഗസിപ്പൂരിലെത്തിയത്. അവിടെ പോലീസ് തടഞ്ഞു. ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് കട്ടായം പറഞ്ഞു. ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ മാത്രം പോകാം, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ പോകാം, വേറെ ആരും കൂടെ വേണ്ട, എൻ്റെ കാറിൽ പോകുന്നില്ല, പോലീസ് വാഹനത്തിൽ പോകാം, അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം കിട്ടിയാൽ മതി. അതിനുപോലും പോലീസ് സമ്മതിച്ചില്ല. ഒടുവിൽ പോലീസിൻ്റെ മർക്കട മുഷ്ടിക്ക് മുന്നിൽ മുന്നോട്ട് പോകാനാവാതെ രാഹുൽ ഗാന്ധിയും സംഘവും തിരികെ പോവുകയാണ് ഉണ്ടായത്. അവരെ അവിടെ അതിർത്തിയിൽ തടഞ്ഞു വയ്ക്കുന്ന സമയത്ത് പാർലമെൻറ്റിൽ ലോക്സഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചു. മുഹമ്മദ് ജാവേദ് എന്ന് പറയുന്ന MP ആണ്
ഈ പ്രശ്നം ആദ്യമായിട്ട് സഭയിൽ പറഞ്ഞത്. ഇക്കാര്യത്തിലൊരു ചർച്ച വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് സ്പീക്കറുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ജഗദംബിക പാലിൽ നിന്ന് ഒരു പഞ്ച് ഡയലോഗ് വന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ട ഒരു പ്രഖ്യാപനം. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടീസ് ആൻഡ് പ്രൊസീഡിയർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയുന്ന പുസ്തകം കാലാകാലങ്ങളിൽ പുതുക്കാറുണ്ട്. ചട്ടങ്ങളിലും നിയമങ്ങളിലൊക്കെ മാറ്റം വരുന്നതനുസരിച്ച് അതതു കാലത്തെ സെക്രട്ടറി ജനറൽമാർ അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇനി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും മറന്നു പോകാതിരിക്കേണ്ട ഒരു വാചകമാണ് ജഗദംബിക പാൽ എന്ന് പറയുന്ന ആളിൽ നിന്ന് ഉണ്ടായത്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പ്രതിപക്ഷ നേതാവ് പുറത്തെന്തു ചെയ്യുകയാണ്? അദ്ദേഹം ഇപ്പോൾ സഭയിൽ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. ഇതായിരുന്നു ജഗദംബിക പാലിൻ്റെ പ്രസ്താവന. അതായത് സഭ ചേരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് എപ്പോഴും സഭയിൽ ഉണ്ടായിരിക്കണം, പുറത്തേക്ക് പോകാൻ പാടില്ല, മറ്റെന്ത് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിലും അതൊന്നും അറ്റൻഡ് ചെയ്യാൻ പാടില്ല, സഭയിൽ തന്നെ കുത്തിയിരിക്കണം. അതാണ് ജഗദംബിക പാൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പക്ഷേ അവിടെ ഒരു കാര്യം ഉയരുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു കൽപ്പന പുറപ്പെടുവിക്കാൻ സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് പറയുന്നതൊക്കെ റൂളിങ്ങാണ്. അതിനൊരു ആജ്ഞാപിക്കലിൻ്റെ സ്വഭാവമുണ്ട്. അത് പിന്നീട് കീഴ്വഴക്കമായി പിന്നീട് ചട്ടമായി വരാവുന്നതാണ്. അദ്ദേഹം പറയുകയാണ് സഭ ചേരുമ്പോൾ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉണ്ടായിരിക്കണം എന്ന്. അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് എന്താ അധികാരം? പ്രതിപക്ഷ നേതാവ് എപ്പോൾ സഭയിൽ വരണം, അവിടെ എത്ര നേരം ഉണ്ടായിരിക്കണം, എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യേണ്ടത്, എപ്പോഴാണ് പുറത്തു പോകേണ്ടത്, ഈ വക കാര്യങ്ങളിലൊരു തീർപ്പ് കൽപ്പിക്കാൻ എങ്ങനെയാണ് സ്പീക്കർക്ക് സാധിക്കുക? ജഗദംബിക പാൽ സ്പീക്കർ പോലുമല്ല, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ തൽക്കാലം ആ കസേരയിലിരുന്ന ആളാണ്. രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ ടെന്നീസ് കളിക്കാൻ പോയതല്ല. രാജ്യത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം ഉത്തർപ്രദേശിലെ സമ്പലിലുണ്ടാവുന്നു. വെടിവെപ്പുണ്ടാവുന്നു, 5 പേർ മരിക്കുന്നു. അവിടെ സാമുദായിക സൗഹാർദ്ദത്തിന് ക്ഷതമേൽക്കുന്നു. ആ സന്ദർഭത്തിൽ അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് തന്നെ, അടിവരയിട്ട് പറയുന്നു, അധികാരം ഉപയോഗിച്ച് തന്നെയാണ് അദ്ദേഹം സമ്പലിലേക്ക് പോകാൻ തയ്യാറായത്. അപ്പോഴാണ് അദ്ദേഹത്തെ ഗസിപ്പൂരിൽ, ഡൽഹിയുടെയും യുപിയുടെയും ബോർഡറിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും സമ്പൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെയും ഉത്തരവനുസരിച്ച് പോലീസ് തടഞ്ഞു വയ്ക്കുന്നത്. വേണമെങ്കിൽ സമ്പലിനടുത്ത് എവിടെയെങ്കിലും അവരെ തടയാമായിരുന്നു. അതുപോലും ചെയ്തില്ല. അവർക്ക് അതിനൊരു ഗൂഢോദ്ദേശം ഉണ്ടായിരുന്നു. ഡൽഹി അതിർത്തിയിൽ തടയുമ്പോൾ ഡൽഹിയിലെ ട്രാഫിക് മുഴുവൻ താറുമാറാവും, മൊത്തം പ്രശ്നമാകും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും തലയിൽ കെട്ടിവെക്കാമെന്ന കുബുദ്ധിയായിരുന്നു ഈ അതിർത്തിയിൽ തന്നെ അവരെ തടഞ്ഞത്. ഈ സന്ദർഭത്തിൽ സമ്പലിലേക്ക് പോവുക എന്നത് രാജ്യം തിരഞ്ഞെടുത്ത പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വമാണ്, അവകാശമാണ്, അധികാരമാണ്. അത് നിർവഹിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസിൻ്റെ ഈ നിയമവിരുദ്ധമായ നടപടി ഉണ്ടായത്. അത് പാർലമെൻറ്റിൽ ഉന്നയിക്കണ്ടേ, ലോക്സഭയിൽ ഉന്നയിക്കണ്ടേ? സഭ ചേർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെന്താ പ്രശ്നം? പ്രതിപക്ഷ നേതാവ് പുറത്ത് നടത്തുന്ന പ്രവർത്തനം അത് അദ്ദേഹത്തിൻ്റെ പദവിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് സഭയിൽ ഉന്നയിക്കാനുള്ള അധികാരമുണ്ട്. രാഹുൽ ഗാന്ധിക്ക് സമ്പലിൽ പോകാനുള്ള അധികാരവും അവകാശവും പോലെ തന്നെ അത് തടസ്സപ്പെടുത്തുകയാണെങ്കിൽ സഭയിൽ അത് ഉന്നയിക്കാൻ കോൺഗ്രസ് അംഗങ്ങൾക്കും അവകാശമുണ്ട്. അതാണ് അവർ ഉപയോഗിച്ചത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നിഷേധാത്മക പ്രസ്താവനയുമായി സ്പീക്കറുടെ സ്ഥാനത്തിരുന്ന ജഗദംബിക പാൽ വന്നത്. അതുപോലെ പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സഭയിൽ ഉന്നയിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട എന്നായിരുന്നു ജഗദംബിക പാലിൻ്റെ ഉപദേശം. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല പുറത്തു പോയത്. ഡാവയിൽ ചായ കുടിക്കാൻ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പോയപ്പോൾ ഉണ്ടായ ഒരു കാര്യമാണ്. പോലീസ് അദ്ദേഹത്തെ നിയമവിരുദ്ധമായി തടഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. അത് സഭയ്ക്ക് പുറത്തു നടന്ന ഒരു സംഭവം എന്ന പേരിൽ നിഷേധിക്കാൻ പറ്റുമോ? സഭയ്ക്ക് പുറത്തു നടന്നത് സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് ഉള്ള അധികാരവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതാണ് അദ്ദേഹം നിർവഹിച്ചത്.
അപ്പോൾ പിന്നെ സഭയിലല്ലാതെ പിന്നെ എവിടെ ഉന്നയിക്കണം? അതിന് ജഗദംബിക പാൽ മറുപടി പറയണ്ടേ? നമ്മുടെ ചട്ടങ്ങളനുസരിച്ച് സഭയ്ക്ക് പുറത്ത് ഒരു പാർലമെൻ്റ് അംഗം അറസ്റ്റിലാവുകയാണെങ്കിൽ, രാജ്യസഭാംഗമോ ലോകസഭാംഗമോ, അപ്പോൾ തന്നെ ഒന്നുകിൽ ലോക്സഭാ സ്പീക്കറെ, അദ്ദേഹം ലോക്സഭാംഗമാണെങ്കിൽ, അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാനെ അറിയിക്കണം. ഒരു പോലീസ് ആക്ഷനിൽ ഒരു പാർലമെൻ്റ് അംഗത്തിന് പരിക്ക് പറ്റിയാൽ അത് അറിയിക്കണം. ഇതൊക്കെ പാർലമെൻറ്റിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ, സഭയ്ക്കുള്ളിലല്ലല്ലോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു അംഗത്തിൻ്റെ അറസ്റ്റ് സ്പീക്കറെയോ ചെയർമാനെയോ അറിയിക്കണമെന്ന ഒരു ചട്ടം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? 2009 മുതൽ ജഗദാംബിക പാൽ ലോക്സഭാംഗമാണ്. അതിനുമുമ്പ് അദ്ദേഹം UP നിയമസഭയിൽ അംഗമായിരുന്നു. അദ്ദേഹത്തിന് ഈ വക കാര്യങ്ങളൊന്നും, ചട്ടങ്ങളൊന്നും, കീഴ്വഴക്കങ്ങളൊന്നും അറിയില്ല എന്നാണോ കരുതേണ്ടത്? എന്തിനാണ് സർ നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ ഇത്ര പേടിക്കുന്നത്? അധികാരവും ചെങ്കോലും സിംഹാസനവുമെല്ലാം നിങ്ങളുടെ കൈവശമാണല്ലോ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഓരോ ചെറിയ ചലനങ്ങളെപ്പോലും നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? സ്വദേശത്ത് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പ്രശ്നമായി. വിദേശത്ത് പോയി എന്തെങ്കിലും സംസാരിച്ചാൽ, മോദിയെ വിമർശിച്ചാൽ, സർക്കാരിനെ വിമർശിച്ചാൽ അത് വലിയ രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ പ്രൈമറി സ്കൂൾ ക്ലാസ്സുകളിൽ കുട്ടികൾ എന്നെ പിച്ചി ഞുള്ളി എന്നൊക്കെ പറയുന്നത് പോലെയാണ് അദ്ദേഹത്തെ BJP കൈകാര്യം ചെയ്യുന്നത്. പൊതുവേദിയിൽ രാഷ്ട്രപതിയെ കണ്ടപ്പോൾ സലാം ചെയ്തില്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ചിരിച്ചില്ല. ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് പലപ്പോഴും BJP ഉന്നയിക്കുന്ന വലിയ വലിയ പരാതികൾ. ഇപ്പോൾ ഭയം ഇരട്ടിച്ചിരിക്കുക. കാരണം പാർലമെൻറ്റിൽ അദ്ദേഹത്തിനൊപ്പം സഹോദരി പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. അവരിന്നലെ സമ്പൽ യാത്രയിൽ ഉണ്ടായിരുന്നു കൂടെ, നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് തന്നെ. ഇന്ന് പാർലമെൻറ്റിന് പുറത്ത് കോൺഗ്രസ് അംഗങ്ങൾ അദാനി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രകടനം നയിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന ഈ കൂട്ടുകെട്ട്, സഹോദരനും സഹോദരിയും അടങ്ങുന്ന ഈ സംഘം വല്ലാതെ അങ്ങ് ഭയപ്പെടുകയാണ്. ഇപ്പോൾ 56 ഇഞ്ചുകാർക്കും കൂട്ടാളികൾക്കും പേടിക്കാതെ തരമില്ല. അവരൊന്നിച്ചു നിന്ന് ജനങ്ങളെ നയിക്കുകയാണ്. മോഡിയും കൂട്ടരും ഒരുതരം തള്ളുകളിലാണ് അഭിരമിക്കുന്നത്, വലിയ വലിയ പൊങ്ങച്ചങ്ങളിൽ. അവർ പറയും, BJPക്കാർ പറയും, ഇപ്പോൾ മോഡി ഇടപെട്ട് ഉക്രൈൻ യുദ്ധം അങ്ങ് നിർത്തിക്കളയും. അതിന് അദ്ദേഹം അടുത്തതായിട്ട് ഇടപെട്ട് ഗാസയിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ അവസാനിപ്പിക്കും. ഇത്തരത്തിലുള്ള തള്ളുകളിലാണ് ഇപ്പോൾ മോദിയും സംഘവും ജീവിക്കുന്നത്. അതേസമയം പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ജനങ്ങളിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവിടെ നിന്നാണ് അവർക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം സംഭരിക്കുന്നത്. ഇപ്പോൾ അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന BJP അവർക്ക് സ്വന്തമായിട്ട് ഭരിക്കാൻ ഭൂരിപക്ഷം പോലുമില്ല. 2 സഖ്യകക്ഷികളുടെ പിൻബലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ മോദി നേരത്തെ പറഞ്ഞതുപോലെ 400 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ, ജഗദീശ്വര, അവർ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ പിടിച്ച് ജയിലിലിട്ടേനെ. അവരതും ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ സമ്പൽ യാത്ര തടഞ്ഞതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അധികാര അവകാശങ്ങൾ തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ ഇന്നൊരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു. അതൊന്നും നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. മോദിയും BJPയും ഭരിക്കുമ്പോൾ ജനാധിപത്യപരമായ യാതൊരു അവകാശങ്ങളും പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിന് പ്രയോഗിക്കാൻ സാധിക്കില്ല. പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു, പക്ഷേ സ്പീക്കർ ചർച്ച അനുവദിച്ചില്ല. രാഹുൽ സമ്പലിലേക്ക് പോകുന്നെന്നറിഞ്ഞപ്പോൾ തന്നെ ഈ ജഗദാംബിക പാൽ ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന നടത്തിയിരുന്നു. അവിടെ ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷമാണ് ഉള്ളത്. അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി പോകുന്നത്, അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. സർ, അവിടെ ഈ സമാധാനപരമായ സാഹചര്യമാണ് ഉള്ളതെങ്കിൽ എന്തിനാണ് നിരോധനാജ്ഞ ഇപ്പോഴും അവിടെ തുടരുന്നത്? എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കൾ അടക്കം ആരെയും അവിടേക്ക് കടത്തിവിടാത്തത്? രാഹുൽ ഗാന്ധിക്ക് പോലും അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. അവിടെ സംഘർഷമാണെന്നാണ് പോലീസ് പറയുന്നത്. ജഗദാംബിക പാൽ പറയുന്നു അവിടെ സമാധാനപരമായ അന്തരീക്ഷമാണെന്ന്. എങ്ങനെയുണ്ട്? BJPയിലെ രാഹുൽ ഗാന്ധിയുടെ ഒരു കടുത്ത എതിരാളിയാണ് ജഗദാംബിക പാൽ. അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു, UP കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു.
2014 അദ്ദേഹം രാജിവെച്ച് BJP യിൽ ചേരുന്നത്. അതിനുശേഷം ഇന്നോളം അദ്ദേഹം ലോക്സഭാംഗമാണ്. ഒരു ക്യാബിനറ്റ് അംഗമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളയാളാണ്. പക്ഷേ ഇതുവരെ ആക്കിയിട്ടില്ല BJP. ഇപ്പോഴും വേദിക്ക് പുറത്ത് നിർത്തിയിരിക്കുക. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടാവും. അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്ന കാലത്ത് ഒരു ദിവസത്തേക്ക് UP മുഖ്യമന്ത്രിയായിരുന്നു. 1998 ഫെബ്രുവരി 21 അന്നത്തെ ഗവർണർ കല്യാൺ സിംഗ് ഗവൺമെൻറ്റിനെ പുറത്താക്കിയിട്ട് ജഗദംബിക പാലിനെ മുഖ്യമന്ത്രിയായിട്ട് വാഴിച്ചു. പിറ്റേന്ന് തന്നെ കല്യാൺ സിംഗ് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു. അനുകൂല ഉത്തരവ് വാങ്ങി ഗവർണറുടെ നടപടി റദ്ദാക്കി കല്യാൺ സിംഗിനെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കുകയും ചെയ്തു. അങ്ങനെ ഏക് ദിൻ കാ സുൽത്താൻ അല്ലെങ്കിൽ ഏക് ദിൻ കാ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് കേന്ദ്രത്തിലൊരു കൊള്ളാവുന്ന വകുപ്പും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും കിട്ടുന്നതിൽ സന്തോഷമുണ്ടാവും. നമുക്കും വിരോധവുമില്ല, കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ശരിയല്ലാത്ത രീതിയിൽ വിമർശിക്കുമ്പോൾ അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്നലെ ഗസിപൂരിൽ വലിയ സംഘർഷമായിരുന്നു. റോഡ് ബ്ലോക്ക് ചെയ്തു, ബാരിക്കേഡുകൾ കെട്ടി, പട്ടാളത്തെയും പോലീസിനെയും വിന്യസിച്ചു. പക്ഷേ UP കോൺഗ്രസ് നേതാക്കളായ സച്ചിൻ ചൗധരി, റിസ്വാൻ ഖുറേഷി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ ഒരു ഡെലിഗേഷൻ ഇന്നലെ സംഭാൽ സന്ദർശിച്ചു. അവിടെ മരിച്ചവരുടെ വീടുകളിൽ പോയി അവരുടെ ബന്ധുക്കളെ കണ്ടു, അനുശോചനം അറിയിച്ചു. അതുമാത്രമല്ല, അവർ പ്രിയങ്ക ഗാന്ധിയുമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു. BJP വക്താക്കൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി സംഭലിലേക്ക് പോകാൻ ഒരുങ്ങിയത് മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണെന്നാണ്, പബ്ലിസിറ്റി എക്സർസൈസ് ആണെന്നൊക്കെയാണ് അവർ വിശേഷിപ്പിച്ചത്. അങ്ങനെയൊക്കെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊക്കെ വിമർശിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത്തരം പ്രസ്താവനകൾ ഇനി കേരളത്തിലോട്ട് എത്തിപ്പെടാതിരിക്കാനൊരു ശ്രദ്ധ വേണം. ഒന്ന് മുൻകൂട്ടി നോക്കിയാൽ മതി. കാരണം ഈ സംസ്ഥാനത്ത് വയനാട്ടിൽ സമാനതകളില്ലാത്ത ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു 56 ഇഞ്ചുകാരൻ അവിടെ വന്നതും അവിടെ നടത്തിയ പബ്ലിസിറ്റി സ്റ്റണ്ടുകളും ഫോട്ടോഷൂട്ടും കോപ്രായങ്ങളുമൊക്കെ ഞങ്ങൾ കേരളീയർ മറന്നിട്ടില്ല.